റമദാൻ മുഴുവൻ നല്ല രീതിയിൽ കൃത്യമായി നോമ്പെടുത്തവരാണ് നിങ്ങളെങ്കിൽ നമുക്ക് കിട്ടിയ 3 പ്രധാന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചൊന്ന് പരിശോധിച്ചാലോ. ഒന്നാമതായി ഓട്ടോഫജിയാണ്. 2016 ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ യോഷിനോരി ഒസൂമി നോബൽ പ്രൈസ് നേടിയത് ഈ കണ്ടുപിടുത്തത്തിലാണ്. അതായത് ഒരുപാട് നേരം നമ്മുടെ വയറ് കാലിയായിരിക്കുമ്പോൾ ശരീരം ഉള്ളിലെ ചീത്ത കോശങ്ങളെയും ബാക്ടീരിയകളെയും സ്വയം തിന്നു തീർക്കുകയും പുതിയ കോശങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണിത്. ലളിതമായി പറഞ്ഞാൽ ഈ ഒരു പ്രക്രിയ വളരെ പെർഫെക്റ്റ് ആയിക്കൊണ്ട് തന്നെ ഈ ഒരു മാസം നമ്മളിൽ നടന്നിട്ടുണ്ടായിരിക്കണം. ഇത് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും കൂടുതൽ കാലം ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. രണ്ടാമതായി മസ്തിഷ്കത്തിന് കിട്ടുന്ന കരുത്താണ്. നോമ്പ് നോൽക്കുമ്പോൾ തലച്ചോറിൽ BDNF അഥവാ ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ എന്ന് പറയുന്ന പ്രോട്ടീൻ വർദ്ധിക്കുന്നു. ഇത് പുതിയ ന്യൂറോണുകളെ ഉൽപ്പാദിപ്പിക്കുകയും നമ്മുടെ മെമ്മറി കപ്പാസിറ്റി കൂട്ടുകയും നമ്മുടെ ഫോക്കസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി മെറ്റബോളിക് പവർ ആണ്. അഥവാ നമ്മുടെ ദഹന പ്രക്രിയയിൽ കാര്യമായ മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ടാവും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഗണ്യമായി കുറഞ്ഞതോടെ ശരീരത്തിൽ പഞ്ചസാരയെയും കൊഴുപ്പിനെയും കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യും. മാത്രമല്ല നമ്മുടെ ലിവറിനും കിഡ്നിക്കും ലഭിച്ച ഈ നിരന്തരമായ വിശ്രമം ശരീരത്തിൽ ഡീടോക്സിഫിക്കേഷൻ വിഷാംശങ്ങളെ പുറന്തള്ളാൻ ഏറെ സഹായിച്ചിട്ടുണ്ടാകണം. അപ്പോൾ ഇത്തരം സൽക്രമങ്ങൾ ഏറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഡയറ്റ് പ്ലാനും കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തുകയും റമദാൻ നമുക്ക് സമ്മാനിച്ച ഈ മാറ്റങ്ങൾ എപ്പോഴും നിലനിർത്താൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഈദ് മുബാറക്.